എടാ എത്രത്തോളം എക്സൈറ്റഡ് ആണ് പ്രോഗ്രാം? പറഞ്ഞു. നമസ്കാരം. നമ്മൾ ഏകദേശം ആ ഒരു നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മൃദംഗനാദം 2024 എന്ന ഒഫീഷ്യൽ ഗിന്നസ് അറ്റംപ്റ്റിലേക്ക് ഭരതനാട്യം 12,000 ഭരതനാട്യം നർത്തകർ അണിനിരക്കുന്ന ഒരു അറ്റംപ്റ്റിൻ്റെ വേദിയുടെ ബാക്ക് സ്റ്റേജിലാണ്. ഞാനിവിടെ റെഡിയാണ്. 12,000-ഓളം നർത്തകർ അവിടെ ഗ്രൗണ്ടിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ആ ഒരു നിമിഷമാണ്. പ്രാർത്ഥനയോടെ നമ്മൾ റെഡിയാകുന്നു. ഒരുപാട് എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ഗാനം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി എഴുതിയതാണ്. കൈരപ്രം തിരുമേനി എഴുതിയതാണ്. ശ്രീ പത്താങ്കുരനാണ് സംഗീതം സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ അനൂപ് ശങ്കറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കോസ്റ്റ്യൂം പാർട്ട്ണർ ആൻഡ് വൺ ഓഫ് അവർ മെയിൻ സ്പോൺസേഴ്സ് കല്യാൺ സിൽക്സ് ആണ്. നമ്മളെല്ലാ നർത്തകരും ഇന്ന് അണിഞ്ഞിരിക്കുന്നത് അവരിതിന് വേണ്ടി നെയ്ത് 12,500-ഓളം സാരികൾ കല്യാൺ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി നെയ്ത് തന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ചായി ഈ ഒരു ലോഗോ ഒക്കെ, ഈ ഒരു ഇവൻറ്റിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കോസ്റ്റ്യൂം നെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കീപ്പേക്കാണ്. ഈ ഇവൻറ്റ് കഴിഞ്ഞും ഇതിനെക്കുറിച്ച് ഓർക്കുവാനായിട്ട് ഞങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന, അത് കടകളിൽ എല്ലാവർക്കും വാങ്ങണ അങ്ങനെയല്ല, നമുക്ക് മൃദംഗനാദത്തിൻ്റെ പാർട്ടിസിപ്പൻസിനും മാത്രമായിട്ട് ചെയ്തു തന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകളും പ്രിപ്പറേഷൻസിൻ്റെ നല്ല സന്തോഷമായിട്ടുള്ള ത്രില്ലിംഗ് മൊമെൻറ്റ്സും എല്ലാം കാത്തിരിപ്പിൻ്റെ ആ ഒരു വളരെ ഫൈനൽ സ്റ്റേജിലാണ് ഞങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഈ ഗാനം ശിവൻ്റെ, ഭഗവാൻ പരമശിവൻ്റെ താണ്ഡവത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ്. അത് കൈലാസത്തിൽ, അതുകൊണ്ട് തന്നെയാണ് കൈലാസത്തിൻ്റെ കളേഴ്സ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് കാണാം. താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി സംഗീതമൊരുക്കി അനൂപ് ശങ്കർ ആലപിച്ച 8 മിനിറ്റിന്റെ കീർത്തനം ഇവിടെ ഇതാ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ അറ്റംപ്റ്റ് ഞങ്ങൾ ഇവിടെ ഇതാ കംപ്ലീറ്റ് ചെയ്യാണ്. ഇത് വിജയമായോ അല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് ഞങ്ങളുടെ ഒഫീഷ്യൽ ഇവിടെയുണ്ട്. സോ അതിനു മുമ്പ് ഒരു റിക്വസ്റ്റ് ഞങ്ങൾ പറയുകയാണ്. ഈ വെളുത്ത സാരിയിലുള്ള ഞങ്ങളുടെ സ്റ്റുവേർഡ്സ് എല്ലാവരും തന്നെ സ്റ്റേജ് റിക്വസ്റ്റ് ചെയ്യാണ്. ബിക്കോസ് അവരൊരു ഫോം ഫിൽ ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. സോ സ്റ്റുവേർഡ്സ് എല്ലാവരും തന്നെ ജസ്റ്റ് അസംബിൾ യുവർ സെൽഫ്സ് ആൻഡ് പ്രസന്റ് ബാക്ക് ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അവരെ ഒന്ന് അസംബിൾ ചെയ്യാം. ബൈ ദാറ്റ് ടൈം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ ഒന്ന് ഇരിക്കാനായിട്ട് ഞങ്ങളിവിടെ ഇതാ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ ഒന്ന് ഇരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒന്ന് ഇരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സർ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഡിഗ്നിറ്ററീസ് എല്ലാവരും നമ്മളോടൊപ്പം ഒന്ന് വിശ്രമിക്കുക. ഇനി ചെറിയൊരു റെസ്റ്റിംഗ് ടൈമാണ് ഞങ്ങൾ തരുന്നത് നിങ്ങൾക്ക് വേണ്ടി. കാരണം ഇതിൻ്റെ ഇവാലുവേഷൻ പ്രോസസ്സിലേക്കാണ് ഞങ്ങൾ കടക്കാൻ പോകുന്നത്. ഇവാലുവേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 12,000 വരുന്ന എങ്ങനെ നമുക്ക് ഒരുമിച്ച് ഒരു സമയം ഒരു വേദി അണിനിരത്താം എന്നുള്ളതായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ളൊരു ഉത്തരമാണ് നമുക്ക് മുന്നിൽ നിന്ന് നിൽക്കുന്നത്. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇന്നിവിടെ കാണാനെത്തിയ ഓരോ